ഭർത്താവിനോട് ഇടക്കാല ചെലവിന് വേണ്ടി മാസം 1,00,000 രൂപ ചോദിക്കാനുള്ള അവകാശം ഭാര്യയ്ക്കുണ്ടോ? ഞാൻ പറയാൻ പോകുന്ന കേസിൽ ഭർത്താവിനോട് മാസം 50,000 രൂപ ഭാര്യയ്ക്ക് ഇടക്കാല ചെലവായി നൽകണമെന്ന് ഫാമിലി കോടതി ഉത്തരവിട്ടു. പക്ഷേ ഈ വിധിയിൽ അതൃപ്തയായ ഭാര്യ നേരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ മെയിൻ്റനൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. കോടതിയോട് ഭാര്യ ആവശ്യപ്പെട്ടത് ഭർത്താവ് US ജോലി ചെയ്യാണ്, നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ 2021 മുതൽ ജോലിയില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് 1,00,000 രൂപ എനിക്ക് മാസ ചെലവിന് വേണം എന്ന രീതിയിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അന്നേരം ഭർത്താവ് അതിനെ കൗണ്ടർ ചെയ്തത് താൻ US പോലും ഇവിടുത്തെ ലിവിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡൽഹിയെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. മാത്രവുമല്ല, ഈ ഭാര്യ യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ മെയിൻ്റനൻസ് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് 2021 അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജോലി മനഃപൂർവ്വം ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നൽകാൻ പറ്റില്ല. അതും കൂടാതെ ഫോറിൻ ഇൻകം അത്ര പെട്ടെന്ന് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റം ചെയ്യപ്പെടുക എന്നത് പ്രയാസം കൂടിയാണ് എന്നാണ് ഭർത്താവ് പറഞ്ഞത്. ഇതെല്ലാം പരിഗണിച്ച ശേഷം ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു, മെയിൻ്റനൻസ് വിധിക്കുന്നത് യഥാർത്ഥത്തിൽ ഭർത്താവിനെ ക്രൂശിക്കാനോ ശിക്ഷിക്കാനോ അല്ല, മറിച്ച് ഭാര്യയ്ക്ക് മാന്യമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭാര്യമാർ അത് ഭർത്താക്കന്മാരെ ശിക്ഷിക്കാനുള്ള ഒരു മാർഗമായി കാണരുത്. മാത്രവുമല്ല, ഡൽഹിയിലെ ചെലവും US ചെലവും നമുക്ക് ഒരുപോലെയായി കാണാൻ ഒരിക്കലും പറ്റില്ല. US ലിവിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും കോടതി ഈ ഭാര്യ ജോലിയില്ലാത്തവളാണ് എന്നത് പരിഗണിച്ചുകൊണ്ട് ഭർത്താവിനോട് 1,00,000 രൂപ മാസം ഇടക്കാല ചെലവായി നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്.